ഇനി ഞാൻ തയ്യാറാക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കപ്പേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ചെനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തു വന്നതാണിത്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 6 ഉണക്കമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം. ഇത് ഒന്ന് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ആ ചട്ടിയിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുത്തതാണ്, കറുപ്പ് ചേർത്താലും മതി. അതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എരിവ് കുറവ് വേണ്ടവർ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ചതച്ചെടുത്ത മുളക് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ല ചെനച്ച മാങ്ങയായതുകൊണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞു വരും, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി പാത്രത്തിലേക്ക് മാറ്റാം. നല്ല റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.